ഹായ് ഹലോ എവ്രി വൺ. 28 ഡേയ്സ് ഓഫ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ 17ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താണെന്ന് അറിയാമെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. ആദ്യമായിട്ട് നമ്മളെ കാണുന്നതിന്റെ നമ്മൾ ഒരു 28 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിലാണുള്ളത്. അതിന്റെ 17ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാജിക് ചെക്ക് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാജിക് ചെക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പൊ കാണുന്ന ഈ ഒരു ചെക്ക് ഉണ്ടല്ലോ, ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് എല്ലാവരും അതിന്റെ ഫിസിക്കൽ കോപ്പി കയ്യിൽ വെക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുന്നുണ്ടാകുക. അപ്പൊ ഇത് 3 കാര്യങ്ങളായിട്ടാണ് നമ്മൾ ലോണ്ടബൺ പറയുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചെക്കിന്റെ ഫിസിക്കൽ കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക, കളർ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് ഇതില് നിങ്ങളുടെ നെയിം, എത്രയാണോ എമൗണ്ട് എന്നുള്ളത് അക്കത്തിൽ എഴുതണം. അതേപോലെ തന്നെ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് എന്നുള്ളത് എഴുതാം, ഡേറ്റ് ഇടണം. ഓക്കെ, അപ്പൊ ഇത് മാജിക് ചെക്കിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ കയ്യിൽ വെക്കാം. ഒന്നാമത്തെ കാര്യം. 2, ഈ ചെക്ക് കയ്യിൽ പിടിച്ചിട്ട് ഇപ്പൊ മേ ബി നിങ്ങളൊരു 1,00,000 ആണ് അതിൽ എഴുതിയതെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ 1,00,000 രൂപ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പോൾ ആ ചെക്ക് എടുക്കുക, കയ്യിൽ പിടിക്കുക, എന്നിട്ട് കണ്ണടച്ചിട്ട് 1,00,000 രൂപയാണ് സപ്പോസ് നമ്മൾ എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ, അതൊരു ബ്ലാങ്ക് യൂണിവേഴ്സിന്റെ ഒക്കെ സൈൻ ഇട്ട ഒരു യൂണിവേഴ്സിനുള്ള ചെക്കാണ്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് കയ്യിൽ പിടിച്ചിട്ട് നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുള്ള 2ാം സ്റ്റെപ്പാണ് പറയുന്നത്. അതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആ എമൗണ്ട് കൊണ്ട് നിങ്ങൾ നേടണം എന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അത് നേടിക്കഴിയുന്നതായിട്ട് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, 1,00,000 രൂപയ്ക്ക് നിങ്ങൾ ഒരു മൊബൈൽ ഫോണാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മൊബൈൽ നിങ്ങൾ വാങ്ങിക്കുന്നത്, നിങ്ങളുടെ കയ്യിലേക്ക് അത് കിട്ടുന്നത്, നിങ്ങളത് അൺബോക്സ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിഷ്വലൈസേഷൻ ചെയ്തിട്ട് അത് കിട്ടി എന്ന് മനസ്സിൽ ഉറച്ച് ബിലീവ് ചെയ്തുകൊണ്ട് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, മൊബൈൽ നമ്മുടെ കയ്യിൽ വന്നു, നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മളത് അതിങ്ങനെ ഓൺ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന, അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മുടേതായി എന്നുള്ള ഉറച്ച ബിലീഫിൽ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു താങ്ക് യു താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാം. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇതിലെ ഗെയിം, ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാം. 2ാമത്തെ കാര്യം, ഈ ഫില്ല് ചെയ്ത് ചെക്ക് അങ്ങനെ ചെയ്തല്ലേ, ഇനി ഇത് നിങ്ങളുടെ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ വെക്കാം. നിങ്ങൾ മേ ബി ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പാണ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ലാപ്പിന്റെ അടുത്ത് വെക്കാം. നിങ്ങളിപ്പം വീടിന്റെ ഡൈനിങ് ഏരിയ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ അവിടെ വെക്കാം. ബെഡ്റൂമിലാണെങ്കിൽ അവിടെ വെക്കാം. അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന, ഏറ്റവും സമയം ഇടപഴകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഈ ചെക്ക് കൊണ്ടേ വെക്കാം. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇത് കിട്ടി, അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് ചെയ്യേണ്ട 2ാമത്തെ കാര്യം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളത് ഫില്ല് ചെയ്യുന്നു. 2, നമ്മളത് കയ്യിൽ പിടിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു. ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതി വെച്ചത് അത് അവിടെ കിട്ടിയതായിട്ട് കണ്ണടച്ചിട്ട് ഹാപ്പി ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടെ നമ്മളത് വിഷ്വലൈസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത കാര്യം 3ാമത്, നമ്മളത് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവെക്കുന്നു. അത് എപ്പോഴൊക്കെ കാണുമ്പോഴും താങ്ക് യു, ഉള്ളിൽ താങ്ക് യു പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാണ്. ഇത് നടന്ന ഈ പൈസ എന്നിലേക്ക് കിട്ടി, ഇതൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയതെന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് 3 കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അത് ഡേറ്റ് ഇടണം. നിങ്ങൾ എക്സാക്ട്ലി ആ ഒരു എമൗണ്ട് നിങ്ങളെ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരും പ്രൂഫ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഒരു മാജിക് ചെക്ക് എവിടെ നിന്ന് കിട്ടുന്നത് ചോദിച്ചാൽ, മാജിക് ചെക്ക് വേണ്ടവരൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. അതിലേക്ക് ജോയിൻ ചെയ്ത് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ മാജിക്കൽ ചെക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈ മാജിക് ചെക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ടാവും. അതിന്റെ കളർ പ്രിന്റ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന എതിർച്ചിൽ അതേപോലെ ഫോളോ ചെയ്യാം. ഓക്കെ, ഇത് കൂടാതെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ഡേയിൽ 10 ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക. അത് ചെവി ഉറക്കെ വായിച്ച് കേട്ടിട്ട് അതിന് സേ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം. അടുത്ത കാര്യം, ഒരു ദിവസം രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആ ഒരു ഡേ മോർണിംഗ് ടു ആ ഒരു നൈറ്റ് നിങ്ങൾ ആ ഇരിക്കുന്ന ആ മൊമെന്റ് വരെ എന്തൊക്കെ ആ ഒരു ഡേയിൽ പോസിറ്റീവായിട്ടോ ഹാപ്പിനെസ് നിങ്ങൾക്ക് തന്നിട്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് ഫുള്ള് ഓരോ മെമ്മറിയിലൂടെ കടന്നു പോകുക. എന്നിട്ട് അതിലെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു മൊമെന്റ്, ഒരു പേഴ്സൺ എന്താണോ അത് റീകളക്ട് ചെയ്തെടുത്ത് അതിന് വേണ്ടിയിട്ട് അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്ന് അത്രയും പ്യുവർ ആയിട്ട്, എന്താ പറയുന്നത്, നമ്മൾ ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന പോലെ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും അതൊരു വ്യക്തിയോടോ ശരീരത്തിനോടോ എന്തിനു വേണ്ടിയിട്ടാണോ പറയുന്നത്
അത് ഉള്ളിൽ പറയണം. ജസ്റ്റ് താങ്ക് യു പറയുന്നതും ഒരാളോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നതും ആൾക്ക് കേട്ടാൽ മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ അതിന്റെ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ വെറുതെ ഒന്ന് താങ്ക് യു ഒന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്ന് താങ്ക് യു എന്ന് പറഞ്ഞു. ഇനി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയ ഒരാളുടെ ഉള്ളിൽ കണ്ണടച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ ചേഞ്ച് വരും, നിങ്ങളുടെ ടോണാലിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും, എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായിട്ട് താങ്ക് യു പറയാ. മറ്റൊരാള് ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കും, അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. അവരെ ബ്ലെസ് ചെയ്യുമ്പോൾ ആ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് 10 ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ പവർ ഇൻക്രീസ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി എല്ലാ ട്യൂസ്ഡേസ് ആൻഡ് ഫ്രൈഡേസ് സെയിം മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ അട്രാക്ഷൻ ക്ലാസ് വേണ്ടവർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും അതുവഴി നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഭാഗമാകാനും കഴിയും. ഇനി എല്ലാ ദിവസവും ഒരു ഡെയിലി മാജിക് പ്രാക്ടീസ്, അതായത് DMB എന്ന് പറയും. ഡെയിലി ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ അത് റീപ്രോഗ്രാമിങ് ചെയ്ത് എങ്ങനെ ഇരിക്കും. ആ ഒരു ഡെയിലി മാജിക് പ്രാക്ടീസിലേക്ക്, റിച്വലിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ ചെറിയ എമൗണ്ട് വെച്ച് ഒരു മന്തിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ചെറിയ എമൗണ്ട് വെച്ചിട്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയ ശേഷം ഗ്രൂപ്പിൽ DMB എന്ന് ടൈപ്പ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി എന്നെ കണ്ടതിന്, ഞാൻ പറയുന്നത് കേട്ടതിന്, പറയുന്നതൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങളുടെ ലൈഫിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞതും വലുതുമായിട്ടുള്ള എല്ലാ മാനിഫെസ്റ്റേഷൻസിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളും വ്യക്തികളും സാഹചര്യങ്ങളും സമ്പത്തും ഒക്കെ നിങ്ങളിലേക്ക് ഈസി എഫർട്ട്ലെസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിന് വരട്ടെ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. 18th ഡേ ചലഞ്ച് ആയിട്ട് വരാം. മാജിക് ഒക്കെ വേണ്ടവരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ. താങ്ക് യു.